അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ 1 മുതൽ 5 വരെ ആയത്തുകളിലായി മുത്തഖീങ്ങളുടെ ഗുണങ്ങളെപ്പറ്റിയും അവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയുമാണ് പഠിച്ചത്. നിങ്ങളെല്ലാവരും ആ പാഠം പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ സത്യനിഷേധികളെ പറ്റിയും കപടവിശ്വാസികളെ പറ്റിയും ആണ്. 6-7 വചനങ്ങളിൽ അള്ളാഹു സത്യനിഷേധികളെ പറ്റിയും 8 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ കപടവിശ്വാസികളെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് ആയത്തുകളിലേക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല. ഒന്നുകൂടി പറയാം. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവർ അവിശ്വസിച്ചു. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവർ അവിശ്വസിച്ചു. സവാഉൻ, സമമാണ്. സവാഉൻ, സമമാണ്. അലൈഹിം, അവരിൽ, അവരുടെ മേൽ. അലൈഹിം, അവരിൽ, അവരുടെ മേൽ. അഅൻദർതഹും, നീ അവരെ താക്കീത് ചെയ്തുവോ. അഅൻദർതഹും, നീ അവരെ താക്കീത് ചെയ്തുവോ. അം, അല്ലെങ്കിൽ. അം, അല്ലെങ്കിൽ. ലം തുൻദിർഹും, നീ അവരെ താക്കീത് ചെയ്തില്ലയോ. ലം തുൻദിർഹും, നീ അവരെ താക്കീത് ചെയ്തില്ലയോ. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇതാണ് 6-ാമത്തെ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് 7-ാമത്തെ ആയത്തിലേക്ക് പോവാം. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അലീം. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിൽ മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഒന്നുകൂടി പറയാം. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിൽ മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഇനി നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഖതമല്ലാഹു, അള്ളാഹു മുദ്ര വെച്ചു. ഖതമല്ലാഹു, അള്ളാഹു മുദ്ര വെച്ചു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ മേൽ. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ മേൽ. വഅലാ സംഇഹിം, അവരുടെ കേൾവിയുടെ, അതായത് കാതുകളുടെ മേൽ. വഅലാ സംഇഹിം, അവരുടെ കേൾവിയുടെ അഥവാ കാതുകളുടെ മേലും. വഅലാ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികളുടെ അഥവാ കണ്ണിൻ്റെ മേൽ. വഅലാ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികളുടെ അഥവാ കണ്ണിൻ്റെ. ഐഷാവ, ഒരു തരം മൂടി. ഐഷാവ, ഒരു തരം മൂടി. വലഹും, അവർക്കുണ്ട് താനും. വലഹും, അവർക്കുണ്ട് താനും. അദാബുൻ, ശിക്ഷ. അദാബുൻ, ശിക്ഷ. അലീം, വമ്പിച്ച. അലീം, വമ്പിച്ച. ഇതാണ് ഈ 8-ാമത്തെ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്കിതിനെ ചെറുതായി ഒന്ന് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളോട് പ്രബോധനം ചെയ്യുന്ന സമയത്ത് അവർ സത്യത്തിൽ വിശ്വസിക്കാതെ അത് മൂടിവെക്കുകയും ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചും തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അവരെ പറ്റിയാണ് ഇവിടെ അല്ലദീന കഫറു എന്ന് പറയുന്നത്. അവരെ താക്കീത് ചെയ്യുന്നതും ചെയ്യാത്തതും ഒരുപോലെയാണ്. അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്തിലൂടെ അറിയിച്ചത്. അതിന് കാരണം അവരുടെ ഹൃദയം വളരെ കഠിനമായിരുന്നു. അള്ളാഹു അവരുടെ ഹൃദയത്തിലും കേൾവിയിലും കാഴ്ചയിലും മുദ്ര വച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക്
വലിയ ശിക്ഷയുണ്ട്. ഇതാണ് ഈ ആയത്തിൻ്റെ ചെറിയ വിശദീകരണം. ഇനി നമുക്ക് 8ാമത്തെ ആയത്തിലേക്ക് പോവാം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. ഒന്നുകൂടി പറയാം. ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. നമുക്കിതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വമിനന്നാസി മനുഷ്യരിലുണ്ട്. വമിനന്നാസി മനുഷ്യരിലുണ്ട്. മയ്യക്കോലു പറയുന്ന ചിലർ, പറയുന്നവർ. മയ്യക്കോലു പറയുന്ന ചിലർ അഥവാ പറയുന്നവർ. ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബില്ലാഹി അള്ളാഹുവിൽ. വബിൽ യൗമി ദിവസത്തിലും. അൽ ആഖിർ അവസാനത്തെ. അതായത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വമാഹും അവരല്ലതാനും. വമാഹും അവരല്ലതാനും. ബിമുഅ്മിനീൻ വിശ്വസിച്ചവർ അഥവാ സത്യവിശ്വാസികൾ. ബിമുഅ്മിനീൻ വിശ്വസിച്ചവർ അഥവാ സത്യവിശ്വാസികൾ. നമുക്ക് 9ാമത്തെ ആയത്തിലേക്ക് പോവാം. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. യുഹാദിഊന അവർ വഞ്ചന നടത്തുന്നു. യുഹാദിഊന അവർ വഞ്ചന നടത്തുന്നു. അള്ളാഹു അള്ളാഹുവിനോട്. വല്ലദീന ആമനു വിശ്വസിച്ചവരോടും. വല്ലദീന ആമനു വിശ്വസിച്ചവരോടും. വമാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ലതാനും. വമാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ലതാനും. ഇല്ലാ അൻഫുസഹും അവരെ തന്നെ, തങ്ങളുടെ സ്വന്തങ്ങളെ അല്ലാതെ. ഇല്ലാ അൻഫുസഹും അവരെ തന്നെ, തങ്ങളുടെ സ്വന്തങ്ങളെ അല്ലാതെ. വമാ യശ്ഉറൂൻ അവർ അറിയുന്നുമില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ലതാനും. വമാ യശ്ഉറൂൻ അവർ അറിയുന്നുമില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ലതാനും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് 10ാമത്തെ ആയത്തിലേക്ക് പോവാം. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ മനസ്സുകളിൽ ഒരു രോഗം ഉണ്ട്. തന്നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക. ഒന്നുകൂടി പറയാം. അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട്. തന്നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക. ഇതാണ് ഈ 10ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഫിയ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട്. മറളും രോഗം. മറളും രോഗം. ഫസാദഹും എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഫസാദഹും എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു മറലൻ രോഗത്തെ. മറലൻ രോഗത്തെ. വലഹും അവർക്കുണ്ട് താനും. വലഹും അവർക്കുണ്ട് താനും. അദാബുൻ ശിക്ഷ. അലീമും വേദനയേറിയ. ബിമാ കാനു അവരായിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം. ബിമാ കാനു അവരായിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം. യക്ദിബൂൻ അവർ വ്യാജം പറയും അഥവാ കളവ് പറയും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിനെ ഒന്ന് വിശകലനം ചെയ്യാം.
8 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ കപടവിശ്വാസികളെ പറ്റിയാണ് വിവരിച്ചിട്ടുള്ളത്. മദീനയിൽ ഇസ്ലാം പ്രചാരണം തുടങ്ങിയപ്പോൾ ചില ആളുകൾ പുറമേ മുസ്ലിം ആണെന്ന് നടിച്ചു. അവരെ പറ്റിയാണ് മുനാഫിക്കുകൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ നാവുകൊണ്ട് ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചു എന്ന് പറയും, പക്ഷേ ഹൃദയത്തിൽ വിശ്വാസമില്ല. അവർ അല്ലാഹുവിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവർ സ്വയം ആണ് വഞ്ചിക്കപ്പെടുന്നത്. അവരുടെ ഹൃദയത്തിൽ ഒരുതരം രോഗമുണ്ട്. അല്ലാഹു അവരുടെ രോഗം കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, കപടവിശ്വാസികൾ വായ കൊണ്ട് വിശ്വസിച്ച് എന്ന് പറയും, പക്ഷേ ഹൃദയം കൊണ്ട് വിശ്വസിക്കില്ല. അവർ അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സ്വയം മാത്രമാണ് വഞ്ചിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ ഒരു രോഗമുണ്ട്. അല്ലാഹു അത് കൂടുതലായി വർദ്ധിപ്പിക്കുന്നു. ഇതാണ് അതായത് 8 മുതൽ 10 വരെയുള്ള ആയത്തിൻ്റെ ചെറിയ ഒരു വിവരണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളെ പറ്റിയാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസങ്ങളിലായി, ഇന്നലത്തെയും ഇന്നത്തെയും ക്ലാസ്സുകളിലായി 1 മുതൽ 5 വരെയുള്ള ആയത്തുകളിൽ മുത്തഖീങ്ങളുടെ ഗുണങ്ങളെപ്പറ്റിയും 6 മുതൽ 7 വരെയുള്ള ആയത്തുകളിലായി സത്യനിഷേധികളെ പറ്റിയും 8 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ കപടവിശ്വാസികളെ പറ്റിയുമാണ് ചർച്ച ചെയ്തതും പഠിച്ചതും. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് 11 മുതൽ 16 വരെ ഉള്ള ആയത്തുകളെ പറ്റി വിശദീകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.